രാജ്യം കണ്ട കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമി കണ്ണൂർ സെൻട്രൽ ജയിൽ ചാടിക്കടന്നതിൽ പരക്കെ ദുരൂഹത. രക്ഷപ്പെടുന്നതിന് ആരുടെയെങ്കിലും സഹായം ലഭിച്ചോ എന്നതിൽ സംശയം നീളുകയാണ്. തുണി ഉപയോഗിച്ച് വടമുണ്ടാക്കി 7.5 മീറ്റർ ഉയരമുള്ള മതിൽ ചാടിയ പ്രതിക്ക് കമ്പിവേലിയിൽ ഇലക്ട്രിക് ഫെൻസിംഗ് ഉണ്ടായിരുന്നില്ല എന്ന വിവരം എങ്ങനെ ലഭിച്ചു എന്നത് ചോദ്യചിഹ്നമാണ്. പുലർച്ചെ 4:15-നും 6:30-നും ഇടയിൽ ജയിൽ ചാടിയ വിവരം പോലീസ് അറിയുന്നത് 7 മണിക്കാണ്. ഇടയിലുണ്ടായിട്ടുള്ള സമയം പ്രതിക്ക് രക്ഷപ്പെടാനുള്ള പഴുതായെന്നും സംശയിക്കുന്നു. മതിലിൽ തുണി കണ്ടപ്പോഴാണ് പ്രതി ജയിൽ ചാടിയ വിവരം പോലീസ് അറിയുന്നത്. കറുത്ത ഷർട്ടും പാൻസും ധരിച്ചാണ് പ്രതി ജയിൽ ചാടിയിട്ടുള്ളത്. 3 സുരക്ഷാ മതിലുകളാണ് ഒറ്റ കൈയുമായി കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമി ചാടിക്കടന്നത്. ഗോവിന്ദച്ചാമി സെല്ലിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്ന CCTV ദൃശ്യങ്ങളുണ്ട്. പുറത്തുനിന്ന് സഹായം ലഭിച്ചുവെന്നാണ് കരുതുന്നതെന്ന് കൊല്ലപ്പെട്ട യുവതിയുടെ മാതാവ് പ്രതികരിച്ചു. 1000-ലധികം തടവുകാരാണ് നിലവിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്നത്. ഇതിൽ ഏറ്റവും സുരക്ഷയുള്ള ബ്ലോക്കാണ് 10ാം ബ്ലോക്ക്. ദിവസങ്ങളുടെ ആസൂത്രണത്തിന് ശേഷമാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയിരിക്കുന്നത്. അരം പോലുള്ള ഉപകരണം ഉപയോഗിച്ച് സെല്ലിലെ കാസ്റ്റ് അയൺ കമ്പി മുറിക്കുകയായിരുന്നു. പ്രതി രക്ഷപ്പെട്ട 10ാം ബ്ലോക്കിന് പ്രത്യേക മതിലും ഗേറ്റുമാണുള്ളത്. അതീവ സുരക്ഷയാണ് ഇവിടെ ഒരുക്കിയിരുന്നത്. 3 ഉദ്യോഗസ്ഥർ ഉണർന്നിരിക്കണം. ഡ്യൂട്ടിയിലുള്ളവർ മുഴുവൻ സമയവും വരാന്തയിലൂടെ നടക്കണം. ഉണർന്നിരിക്കുന്ന തടവുകാരെ പോലീസ് നിരീക്ഷിക്കും. ചതുരാകൃതിയിലാണ് 10ാം ബ്ലോക്ക് ഉള്ളത്. ഈ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ചാടിക്കടന്നാണ് പ്രതി രക്ഷപ്പെട്ടത്. 2011 ഫെബ്രുവരി 1-നാണ് കൊച്ചി ഷൊർണൂർ പാസഞ്ചർ തീവണ്ടിയിൽ സഞ്ചരിച്ച കൊച്ചിയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ 23-കാരിയായ ജീവനക്കാരി ഇയാളുടെ ക്രൂര പീഡനത്തിന് ഇരയാകുന്നത്. ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് വീണ യുവതിക്ക് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഫെബ്രുവരി 6-ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് പെൺകുട്ടി മരിച്ചു. 2016-ൽ ഗോവിന്ദച്ചാമിയുടെ വധശിക്ഷ സുപ്രീം കോടതി റദ്ദാക്കുകയായിരുന്നു. കൊലപാതകം സംശയാതീതമായി തെളിയിക്കാനായില്ലെന്ന് നിരീക്ഷിച്ചാണ് സുപ്രീം കോടതി ഹൈക്കോടതിയുടെ വധശിക്ഷാവിധി റദ്ദാക്കിയത്. അതേസമയം മാനഭംഗം നടന്നതായി ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇതിന് ഹൈക്കോടതി നൽകിയ ജീവപര്യന്തം ശിക്ഷയും മറ്റു വകുപ്പുകൾ പ്രകാരം നൽകിയ ശിക്ഷകളും നിലനിൽക്കുമെന്നും കോടതി വിധിന്യായത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ട്രെയിനിൽ നിന്ന് വീണപ്പോൾ തലയിലേറ്റ ക്ഷതമാണ് മരണകാരണമായത്. എന്നാൽ ട്രെയിനിൽ നിന്ന് പെൺകുട്ടി സ്വയം ചാടിയതാണോ ഗോവിന്ദച്ചാമി തള്ളിയിട്ടതാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്നാണ് കോടതി അന്ന് പറഞ്ഞത്. ഈ സാഹചര്യത്തിൽ സംശയത്തിന്റെ ആനുകൂല്യം നൽകി കൊലപാതക കുറ്റം അതിന് നൽകിയ വധശിക്ഷയും കോടതി ഒഴിവാക്കുകയായിരുന്നു. വധശിക്ഷ നൽകിയ തൃശൂർ അതിവേഗ കോടതിയുടെ വിധിക്കെതിരെ ഗോവിന്ദച്ചാമി നൽകിയ ഹർജിയിലാണ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ചിന്റെ വിധി. ഒറ്റക്കയ്യനായ ഗോവിന്ദച്ചാമിക്ക് പെൺകുട്ടിയെ തള്ളിയിടാൻ സാധിക്കുമോ എന്ന വാദത്തിനിടെ കോടതി സംശയം പ്രകടിപ്പിച്ചിരുന്നു. തൃശൂർ അതിവേഗ കോടതിയാണ് ഗോവിന്ദച്ചാമിക്ക് വധശിക്ഷ വിധിച്ചത്. ഇതിനു പുറമെ ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും വിധിച്ചിരുന്നു. വിധി ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.